ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും പാലപ്പത്തിനും പൊറോട്ടയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ വെണ്ടയ്ക്ക സ്റ്റൂ അല്ലെങ്കിൽ മപ്പാസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇളത്ത വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. വെണ്ടയ്ക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കടുക് പൊട്ടിയതിലേക്ക് സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകാതെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വളരെ നല്ലതാണ് ഈ വെണ്ടയ്ക്ക. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. അതുപോലെ അതീവ രുചികരമായ ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധികം മസാലകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പൊടിയായി അരിഞ്ഞ് ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്തൊന്ന് വഴറ്റി ഒരു 3-4 വെളുത്തുള്ളി 2ആയിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒരുപാട് മൂത്ത് പോകാതെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റൂ ഒക്കെ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്ക് 2 നുള്ള് പഞ്ചസാര ചേർത്ത് വഴറ്റുവാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ കളറ് അധികം നഷ്ടപ്പെടാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കറിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റണം. വെണ്ടയ്ക്ക ഒരുവിധം വഴന്ന് വരണം. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ 2 നുള്ള് പഞ്ചസാരയും കൂടെ ചേർക്കാൻ. അപ്പോൾ ഇങ്ങനെ സ്റ്റൂ തയ്യാറാക്കുമ്പം നല്ല ഇളത്ത വെണ്ടയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെണ്ടയ്ക്ക ചേർത്ത് ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ മുറി തേങ്ങയുടെ ചുരണ്ടി, അത് 1-ാം പാലും 2-ാം പാലും, 1 കപ്പ് കുറുകിയ 1-ാം പാലും ഒരു 1.5 കപ്പ് 2-ാം പാലും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, വെണ്ടയ്ക്കയുടെ നിറമൊന്നും അധികം മാറാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ടെന്നാൽ വെണ്ടയ്ക്ക വഴന്ന് വന്നിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്ത് ഒന്ന് തിളയ്ക്കണം. ഇത് പകുതി നന്നായിട്ട് വഴന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുകിയ 1-ാം പാല്. കറിക്ക് നല്ല കുറുക്കം വേണമെങ്കിൽ നമുക്ക് 2-3 കാഷ്യൂ നട്ട്സും കൂടെ ഇതിൽ അരച്ച് ചേർക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വെണ്ടയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറുകിയ 1-ാം പാലും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് അല്പസമയം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതീവ രുചികരമായി ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.